കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ DGP അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല. അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് BJPയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. ഞാൻ ഈ BJPക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ CPMുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ? ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക. ഈ CPMുമായി ചേർന്ന് ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം. എന്നിട്ട് BJPയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ, BJPയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണമെന്ന് പറഞ്ഞ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളെ വിട്ടയാളാണ് ഈ പിണറായി വിജയൻ. അപ്പൊ ഇതെന്താ? എല്ലാം നടത്തുന്നത് ഷേഡി ഏർപ്പാടാണ്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് BJPയുടെ കുടയെടുത്ത് ചൂടിയിരിക്കുന്നത്. തണലാണിപ്പോൾ BJPയുടെ കുട. BJP ഒരു കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭരണകക്ഷി MLA പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആരാ അന്വേഷിക്കുന്നത്?